പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപകടം പറ്റിയ വിക്രമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് രാധയാണ്. വിക്രമിന് ബോധം വരുന്നതും കാത്ത് റൂമിന് പുറത്ത് രാധ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വന്നിട്ട് വിക്രമിന് ബോധം വന്നിട്ടുണ്ട്, നിങ്ങൾ അകത്തേക്ക് വരുന്ന രാധയോട് പറയുകയാണ്. രാധ എഴുന്നേറ്റ് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ രാധയുടെ മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫോൺ താഴെ വീഴുകയാണ്. അത് വിക്രമിൻ്റെ ഫോണാണ്. അപ്പോൾ രാധ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വിക്രമിനിപ്പോൾ ഈ ഫോൺ കൊടുക്കേണ്ട, ഈ ഫോൺ കൊടുത്താൽ വിക്രം ഇന്ന് നടക്കുന്ന ചടങ്ങിന് പെട്ടെന്ന് തന്നെ പോവും. ഇന്ന് വിക്രമിൻ്റെ വീട്ടിൽ വെച്ച് താലി പിരിക്കൽ ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ വേദയുടെ കഴുത്തിൽ അവൻ താലി കെട്ടും എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഫോൺ വേഗം എടുത്ത് പേഴ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് രാധ. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. രാധയെ കാണുന്ന വിക്രം, നീയാണോ രാധ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എനിക്കെന്താ പറ്റിയേ എന്ന് ചോദിക്കുകയാണ് വിക്രം. അതെ, ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയും. ഇപ്പോൾ റെസ്റ്റാണ് നിനക്ക് ആവശ്യം, നീ റെസ്റ്റ് എടുക്ക്. എന്നിട്ട് നഴ്സിനോട് പറയുന്നുണ്ട്, ഒരു ഉറങ്ങാനുള്ള ഗുളിക കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ കൊടുത്തിട്ടുണ്ടെന്ന് നഴ്സും പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങിക്കൊള്ളും എന്ന് പറയുകയാണ്. പിന്നീട് വിക്രം ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല, എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ്. നീ ബോധം വിട്ട് വഴിയിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ നിന്നെ രക്ഷിക്കാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ. നിൻ്റെ ഫോൺ എവിടെയാണെന്ന് തിരയാൻ വേണ്ടിയാണോ ഞാൻ നിൽക്കുക? എനിക്ക് നിന്നെ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴേ ഇപ്പോഴേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പകച്ചു പോയി. ഞാൻ പെട്ടെന്ന് നിന്നെ എടുത്തുകൊണ്ട് ഇങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. പിന്നീട് വിക്രമിനെയും കാത്ത് ചെയറിലിരുന്ന് ഉറങ്ങിപ്പോയ വേദയെയാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് വേദയെ കളിയാക്കിക്കൊണ്ട് ഒരു പാട്ടും പാടി നമ്മുടെ നന്ദിനി വരികയാണ്. പാട്ട് കേട്ട് പെട്ടെന്ന് തന്നെ വേദ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തായി? നീയല്ലേടി എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്നെ വെല്ലുവിളിച്ചതല്ലേ ഈ ചടങ്ങ് ഇന്ന് നടക്കുന്നുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ക്ഷണിച്ച ആളുകളെല്ലാം ഇവിടെ വരും. പക്ഷേ വിക്രം മാത്രം വരത്തില്ല. ഞാൻ അവനെ കുറച്ച് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കല്യാണത്തിന് നീ എങ്ങാനും സമ്മതിച്ചു പോയാൽ നീ അവൻ്റെ തലയിൽ കുടുങ്ങിപ്പോവും. പിന്നെ ഒരിക്കലും നിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് ഞാൻ അവനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കേട്ട് തന്നെയാണ് അവൻ വരാത്തെ എന്നിങ്ങനെ പറയുകയാണ് നന്ദിനി. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ വിക്രം വരാത്തത് എന്തുകൊണ്ടാണ്? അവനക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നുള്ളൊരു പേടി കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ വേദയെ കളിയാക്കി നന്ദിനി അങ്ങ് അപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വേദ വിക്രമിനെയും തിരഞ്ഞുകൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. വിക്രമിൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം ഇവിടെ ഉണ്ടല്ലോ, വിക്രമിനോട് ഇങ്ങനെ ഇറങ്ങി വരാൻ പറയും. എന്നെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടല്ലേ വിക്രം അങ്ങോട്ട് വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് അവരങ്ങ് അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഇന്നലെ വിക്രം അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? വിക്രമിനെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്ന് പറയുകയാണ്. ഇല്ല, സത്യമാണ്, ദൈവത്തിന് തൊട്ട് സത്യം ചെയ്യാണ് അവർ. വിക്രം ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. വിക്രം എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ശരി, ഞാനിപ്പോൾ പോവുകയാണ്. വിക്രം വരികയാണെങ്കിൽ പറയണം, ധൈര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറയുക. ഞാനിവിടെ വന്നിരുന്നു എന്നും വിക്രമിനോട് പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. വേദ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പിന്നീട് വേദ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. വേദയെ കാണുമ്പോഴേക്കും ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴോ നീ പോയിട്ട് വിക്രമിനെ തിരഞ്ഞ് കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ, നിൻ്റെ കഴുത്തിലെ താലി കെട്ടുന്നത് പേടിച്ച് അവൻ ഓടിപ്പോയി. ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്ക് എന്നൊക്കെ പറയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, നേരം വൈകിട്ടൊന്നുമില്ലല്ലോ, ചടങ്ങ് ആരംഭിക്കാനല്ലേ പോകുന്നുള്ളൂ. വിക്രം വരും, എൻ്റെ വിശ്വാസേ ഞാൻ കൈവിടില്ല എന്ന് പറയുകയാണ് വേദ. ഓ ശരി, നമുക്ക് കാണാം, എന്താ സംഭവിക്കുകയാണെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് പോവാണ്. പിന്നീട് വേദ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയാണ്. പറയുന്നുണ്ട് വേദ, നീയാണ് എനിക്ക് ഈ ജീവിതം തന്നത്, ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, എല്ലാം സംഭവിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ തുടരണമെന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കണം. ഞാൻ ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ വിക്രം ഈ ചടങ്ങ് തീരുന്നതിന് മുൻപ് ഇവിടെ എത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതിലേത് വേണമെന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കണം എന്ന് പറയുകയാണ്
വേദയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നീട് രാധ വിക്രമിന് കാപ്പി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. കാപ്പി ഇങ്ങനെ ചൂടാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഇതൊന്നും വിക്രം ശ്രദ്ധിക്കുന്നില്ല. രാധയും ശ്രദ്ധിക്കുന്നില്ല. കാപ്പി കൊടുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന രാധ ചോദിക്കുന്നുണ്ട്, വിക്രം നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ ബോധം കെട്ട് വീഴുന്നതിന് മുൻപ് 2 പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണെന്നുള്ളത് അവരുടെ മുഖം എനിക്ക് തെളിഞ്ഞു വരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, നീ ഇപ്പോൾ തന്നെ അതിന് ശ്രമിക്കണ്ട, കുറച്ച് കഴിയട്ടെ, നീ ഇപ്പോൾ സ്ട്രെയിൻ എടുക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഒരു നഴ്സ് അങ്ങോട്ടേക്ക് വന്ന് ഒരു ബില്ല് ചോദിക്കുകയാണ്. അപ്പോൾ അത് എടുത്തു കൊടുക്കാനായി വേഗം പേഴ്സ് എടുത്ത് ബില്ലെടുക്കുന്നതിനിടയിൽ വിക്രമിൻ്റെ ഫോൺ താഴേക്ക് വീഴുകയാണ്. അത് കാണുന്ന വിക്രം തുറിച്ച് നോക്കുക കേട്ടോ. രാധയെ ഇങ്ങനെ തുറിച്ച് താഴെ കിടക്കുന്ന ഫോണ് വിക്രം പെട്ടെന്ന് അങ്ങ് കയ്യിലെടുക്കുക കേട്ടോ. എന്നിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ ഫോൺ എവിടെയാണെന്ന്, അപ്പോൾ നീ പറഞ്ഞു കാണാനില്ലെന്ന്. അപ്പോൾ നീ ഒളിപ്പിച്ച് വെച്ചിട്ട് കള്ളം പറഞ്ഞതാണല്ലേ. എന്താടി അറിവ് കെട്ടവളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് വിക്രം. അതെ, ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാണ്. എന്തിനാണെന്നറിയോ, ആകെ കുറച്ച് സമയമാണ് നീ എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്താലേ നീ അത് അവരുടെ കൂടെ അങ്ങ് പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് രാധ പറയുകയാണ്. പിന്നീട് വിക്രം ഫോണിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിക്രമിന് കഴിഞ്ഞു പോയത് ഓർമ്മ വരികയാണ്. ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ 2 പേര് വിക്രമിന് മുന്നിൽ വന്നിരുന്നു. അതാരാണെന്ന് അറിയില്ല. അത്രയും നേരം വിക്രമിന് അറിയണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരികയാണ് അത് വിക്രമിൻ്റെ വേദയുടെ ആങ്ങളയാണെന്നുള്ളത്. അപ്പോഴേക്കും വിക്രമിൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ് വിക്രം. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എടാ നിൻ്റെ വേദിയുടെയും താലി പിരിക്കൽ ചടങ്ങല്ലേ എന്നുള്ളത്, ഫംഗ്ഷൻ നടക്കുകയല്ലേ, നീ എവിടെ പോയിരിക്കുകയാണ്, ഞങ്ങൾ വിളിച്ചിട്ട് നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്, നീ പേടിച്ചിട്ട് ഈ നാട് വിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. വേദ നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം ചൂടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അങ്ങനെ ഞാൻ ആരെയും പേടിച്ച് ഓടുന്ന സ്വഭാവക്കാരനല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വേടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചീത്ത വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രം ഫോൺ കട്ടാക്കിയിട്ട് അവിടെ നിന്നും വേഗം ഷർട്ടൊക്കെ എടുത്തിട്ട് പോവാൻ റെഡിയാവുകയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഇനി വിക്രം നീ എങ്ങോട്ടായി പോകുന്നത്, ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് ഡോക്ടർ വന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ എന്താണെന്ന് രാധ ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോൾ എനിക്ക് ആരാണ് ഇതിൻ്റെ പിറകിലെന്ന് മനസ്സിലായി, എനിക്ക് ഓർമ്മ വന്നു. അതെ, വേദയുടെ ആങ്ങളയുണ്ടല്ലോ ശ്രീ, അവനാണ് ഇതിൻ്റെ പിറകിലെല്ലാം, എന്നെ ആക്സിഡൻ്റ് ആക്കിയത് അവനാണ്. അപ്പോൾ വേഗം വീട്ടിലെത്തി എനിക്ക് വേദയുണ്ടല്ലോ അവളെ അങ്ങ് അവളുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കണം, അവർക്കതല്ല ആവശ്യം, ഞാനതങ്ങ് ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയുകയാണ്. വേഗം തന്നെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും കമലാമ്മ വീട്ടിൽ ചടങ്ങിനുള്ള തട്ടുകളെല്ലാം ശരിയാക്കുകയാണ്. അങ്ങോട്ടേക്ക് വേദിയുടെ വീട്ടിലുള്ള അമ്മയും മുത്തശ്ശിയൊക്കെ വരിക കേട്ടോ. എല്ലാവരും സ്വീകരിച്ചിരുത്തുന്നുണ്ട് കമലാമ്മ. വേദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുകളിൽ റൂമിലുണ്ട്, ഡ്രസ്സ് മാറ്റുകയാണ്, അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ അമ്മയും മുത്തശ്ശിയും കൂടി വേഗം റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് മോളെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് വിക്രം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി എന്ന് പറയുകയാണ്. അപ്പോൾ നീ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോവാറ് എന്ന് ചോദിക്കുമ്പോൾ എന്നും പറയാറുണ്ട്, ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നിങ്ങനെ കള്ളം പറയുകയാണ് വേദ.